ഇടുക്കി കൊളുക്കുമലയിലേക്ക് സഞ്ചാരികളുമായി പോകുന്ന ബി.ജെ.പി. അനുഭാവികളായ ഡ്രൈവർമാർക്ക് ആർ.ടി.ഒ. വിലക്കേർപ്പെടുത്തിയതായി പരാതി. കഴിഞ്ഞ 40 ദിവസമായി ഇവരുടെ വാഹനങ്ങൾ ഓടാൻ അനുവദിച്ചിട്ടില്ല. വിഷയത്തിൽ ഇടപെട്ട പഞ്ചായത്ത് പ്രസിഡന്റിനോട് ഡ്രൈവർമാർ ബി.ജെ.പി. അല്ലെന്നും പ്രസിഡന്റ് ബി.ജെ.പിയിലേക്ക് മാറിയോ എന്നും ആർ.ടി.ഒ. ചോദിച്ചതായി പരാതി. വാഹനങ്ങൾ ഓടാൻ അനുവദിച്ചില്ലെങ്കിൽ സമരത്തിലേക്കെന്നും ബി.ജെ.പി. നേതൃത്വം. ഓടിക്കൊണ്ടിരുന്ന പിള്ളേരാണ് നിലവിൽ, വേറെ പ്രശ്നമില്ല. വണ്ടി ഇത് സൈഡിൽ ഞാൻ ഇട്ടുവിടാം. അങ്ങനെയല്ല, ഇത് അടുത്തൊരു ബുദ്ധിമുട്ടിൽ നമ്മൾ പങ്കാളിയാകണ്ടേ. എല്ലാവരും ഇങ്ങനെ ബുദ്ധിമുട്ടാണ്. ഇവിടെ ഒന്നാമത് ഇത് വെച്ച് മാത്രം ഉപജീവനം നടത്തുന്നവർക്ക് വേറെ മാർഗമില്ലല്ലോ പറയാം. 200-ലധികം വാഹനങ്ങളാണ് ചിന്നക്കനാൽ സൂര്യനെല്ലിയിൽ നിന്നും കൊളുക്കുമലയിലേക്ക് സഞ്ചാരികളുമായി ട്രെക്കിംഗ് പോകുന്നത്. ഇതിൽ 6 വാഹനങ്ങൾക്കാണ് ആർ.ടി.ഒ. വിലക്കേർപ്പെടുത്തിയത്. വാഹനത്തിന്റെ ഉടമയുടെ ആധാർ കാർഡ് തമിഴ്നാട്ടിലേതാണ് എന്ന കാരണം പറഞ്ഞായിരുന്നു ആദ്യം വിലക്കേർപ്പെടുത്തിയത്. എന്നാൽ പിന്നീട് ആധാർ കാർഡ് കേരളത്തിലേക്കാക്കുകയും ചെയ്തു. പഞ്ചായത്തിൽ നിന്നുള്ള അനുമതി നൽകി. എന്നാൽ വാഹനം ഓടാൻ ആർ.ടി.ഒ. അനുവദിക്കുന്നില്ല. കഴിഞ്ഞ 45 ദിവസമായി ഇവരുടെ വാഹനങ്ങൾ സർവീസ് നടത്തിയിട്ട് സീസൺ സമയത്ത് മാറ്റി നിർത്തിയതോടെ വലിയ ദുരിതത്തിലാണ് ഇവരുടെ ജീവിതം. മാറ്റാൻ പറഞ്ഞു, ആധാർ കാർഡ് മാറ്റാൻ പറഞ്ഞു. ഇപ്പം ബുക്ക് പേപ്പർ എൻ്റെ പേരിലാക്കിയിട്ട് നമ്മൾ ആർ.ടി.ഒ. ഓഫീസ് ചെല്ലുമ്പോൾ അവർ പുറക്കണിക്കുക, വേണ്ട മാറ്റി നിർത്തുക. എന്താ കാരണം അങ്ങനെ മാറ്റി നിർത്താൻ? അത് പാർട്ടി രീതിയായിട്ടാണ് അവർ ചെയ്യുന്നത്. അവർ ബി.ജെ.പി. എന്ന് പറഞ്ഞിട്ട് അവിടെ പോയി പാർട്ടി രീതിയായിരിക്കും അങ്ങനെ പോയില്ലല്ലോ. അവർ ബി.ജെ.പി. എന്ന് പറഞ്ഞാൽ 3 പേരുണ്ടല്ലോ ബി.ജെ.പിക്കാർ, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. വിഷയത്തിൽ ഗ്രാമപഞ്ചായത്ത് ഇടപെടുകയും പ്രസിഡന്റ് ആർ.ടി.ഒയെ നേരിട്ട് വിളിക്കുകയും ചെയ്തു. എന്നാൽ മാറ്റി നിർത്തിയത് ബി.ജെ.പി. പ്രവർത്തകരെ അല്ലെന്നും പ്രസിഡന്റ് ബി.ജെ.പിയിൽ ചേർന്നോ എന്നുമായിരുന്നു ആർ.ടി.ഒയുടെ മറുപടി. ബുദ്ധിമുട്ടാണ്. ഇവിടെ ഒന്നാമത് ഇത് വെച്ച് മാത്രം ഉപജീവനം നടത്തുന്നവർക്ക് വേറെ മാർഗമില്ലല്ലോ പറയാം. അങ്ങനെയൊന്നുമില്ല. ബി.ജെ.പി. ഒന്നും ഞാനിങ്ങനെയൊന്നും നോക്കാറേ ഇല്ല രാഷ്ട്രീയം ഇതിനകത്ത്. ആരെയല്ല എവിടെയെങ്കിലും നിൽക്കട്ടെ, ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിയുന്നൊരു കേസാണല്ലോ. അതൊന്നും നമ്മൾ നോക്കുന്നില്ല. വർഷങ്ങളായി ജീപ്പ് ഓടിച്ച് വരുമാനം കണ്ടെത്തുന്ന ഡ്രൈവർമാരെ രാഷ്ട്രീയത്തിന്റെ പേരിൽ മാറ്റി നിർത്തുന്നതിനെതിരെ പ്രതിഷേധത്തിന് തയ്യാറെടുക്കുകയാണ് ബി.ജെ.പി. ഇങ്ങനെയാണോ ഒരു ആർ.ടി.ഒ. ഓഫീസർ ചെയ്യുന്നത്? ഒരു മനസ്സാഴ്ച വേണ്ടേ? അവരും കഷ്ടപ്പെട്ടുണ്ടാക്കുന്നതല്ലേ ഈ പൈസ. ഇവർ ഈ കഷ്ടപ്പാട് രാത്രിയും പകലും രാവിലും പകലും 4 മണിക്ക് 5 മണിക്ക് 3 മണിക്ക് എണീച്ചാണ് കൊളുക്കുമല ഓടുന്നത്. 241 വണ്ടി എങ്ങാണ്ട് ഓടുന്നുണ്ട്. ഇവരുടെ വണ്ടിക്ക് മാത്രമാണ് പേപ്പർ ക്ലിയർ അല്ലാത്ത. എല്ലാ പേപ്പറും ക്ലിയറാണ്. എന്തുകൊണ്ട് ഇത്രയും പേര് നിർത്തി എന്ന് പറഞ്ഞത് ഞങ്ങൾക്ക് ഇന്നലെ മനസ്സിലായി. അപ്പോൾ ഇതുകൊണ്ടാണ് ഈ പുള്ളി ഇങ്ങനെ ഒരു കഷ്ടപ്പെട്ട കുടുംബത്തിലെ ഒരു പിള്ളേരെ ഈ വണ്ടി ഓടിക്കുന്നവന്മാരുടെ ബുദ്ധിമുട്ട് അറിയാതെ അറിഞ്ഞേച്ച് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ് സർക്കാർ ശമ്പളം മേടിച്ചുകൊണ്ട് ചെയ്യുന്ന ആളാണെങ്കിൽ ഈ സാർ പാർട്ടി കളിക്കുകയാണെങ്കിൽ പാർട്ടി കളിച്ചാൽ മതി. വാഹനത്തിന്റെ എല്ലാ പേപ്പറുകളും കൃത്യമാണെന്നിരിക്കുകയാണ് ബി.ജെ.പിയുടെ അനുഭാവികളായ 6 ഡ്രൈവർമാരോടുള്ള ആർ.ടി.ഒയുടെ വിവേചനം. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.